ദൈവവചനത്തിലൂടെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം, അല്ലേ? അതെ, ദൈവവചനമാണ് ഏറ്റവും പ്രധാനം. അതിനടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളും മാതാപിതാക്കന്മാരും, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക. അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മഹത്വപൂർണമായ വാർദ്ധക്യം. ഒന്നുകൂടി പറഞ്ഞു. മഹത്വപൂർണമായ വാർദ്ധക്യം. വെരി ഗുഡ്. മഹത്വപൂർണമായ വാർദ്ധക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം പ്രായമാകുക എന്ന് പറയുമ്പോൾ കൂടുതൽ ചെയ്യാറുണ്ടോ? ഉണ്ടാവില്ല. പൊതുവെ എങ്ങനെയാണ്? മനസ്സിലായല്ലോ? അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മസിൽ ഹെൽത്ത്, അതേപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്ത് പലർക്കും ഉണ്ടാകുന്നതാണ് തേയ്മാനം, മുട്ടിന്റെ തേയ്മാനം, മുട്ടുവേദന, പുറം വേദന. ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഫാറ്റ് കൂടുന്നു, മസിൽ കുറയുന്നു, ബോൺ ഹെൽത്ത് മോശമാകുന്നു, അതിനനുസരിച്ച് നമ്മുടെ ജോയിന്റ് സപ്പോർട്ട് മോശമാകുന്നു. ഇതിനെ നേരെ തിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ മസിൽസിന്റെ ഹെൽത്ത് പെർഫെക്റ്റ് ആക്കണം. ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കണം. ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം. ജോയിന്റ് റേഞ്ച് നമ്മൾ നിലനിർത്തണം, അല്ലെ? ജോയിന്റ് ടൈറ്റ് ആകാതെ നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം എന്തറിയണം? ഞാൻ എന്തുകൊണ്ടാണ് എന്റെ മസില് കുറയുന്നത്, എന്തുകൊണ്ടാണ് എന്റെ ഫാറ്റ് കൂടുന്നത്? ഇവിടെ ആരെങ്കിലും മനഃപൂർവ്വം ഫാറ്റ് കൂട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടോ? എന്റെ ശരീരമൊക്കെ ഒന്ന് മോശമാക്കണം, അല്ല 5 കിലോ വെച്ച് കൂട്ടണം, മോശമായിട്ട് ഭക്ഷണം കഴിക്കണം. ഉണ്ടോ? നമുക്ക് വരുന്ന എല്ലാ ക്ലയൻസും എല്ലാവിധ പരിപാടികളും കഴിഞ്ഞിട്ടാണ് വരിക. മനസ്സിലായല്ലോ? പട്ടിണി എടുക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, പൊടി കലക്കുന്നു, എല്ലാവിധ കലപരിപാടികളും കഴിഞ്ഞിട്ടാണ് അവർ വരിക. കാരണം എന്താണ്? രാവിലെ എന്തെങ്കിലും ഒരു 10 കിലോ കുറഞ്ഞ് കാണുന്നത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും വെയിറ്റ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കണം. ആ കാര്യകാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് അപ്പുറം പുറത്തൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് കൂട്ടുന്നത്. പിന്നെ എന്തൊക്കെയാണ്? നമ്മുടെ ഉറക്കം, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ വെയിറ്റ് കൂട്ടും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനോപോസിന് ശേഷം എന്ത് സംഭവിക്കും? ഹോർമോണൽ വേരിയേഷൻസ് കണ്ടമാനം ഉണ്ടാകും. പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുക. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നിയന്ത്രിച്ചിരുന്നത് ചെറിയ പ്രായത്തിലെ ലേഡീസിലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ആയിരുന്നു. അതിനുശേഷം മെനോപോസ് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ആ ഈസ്ട്രജന്റെ ലെവലുകളിൽ വ്യത്യാസം വന്നു. പക്ഷെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. ജീവിതശൈലി വളരെ പഴയ പോലെ തന്നെയാണ്. എങ്ങനെയൊക്കെയാണ്? ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ വേണ്ടത് വയ്ക്കും, ചിലപ്പോൾ രാത്രി കുറയുന്നത് കഴിക്കും, ഉറക്കം ചിലപ്പോൾ തോന്നിയ പോലെയാവും, ഉച്ചക്കലത്തെ ഭക്ഷണം 3 മണിക്കാവും, രാത്രിയിലത്തെ ഭക്ഷണം 11 മണിക്കാവും. അപ്പൊ അന്നത്തെ ദിവസം ഉറക്കം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രാത്രി 12 മണി വരെ ടി വി ഇരുന്ന് കണ്ടു. ഇതൊക്കെ അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റം ഏതിൽ മാത്രമേ വന്നുള്ളൂ? മെനോപോസ്. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈസ്ട്രജൻ അവിടെ പോയപ്പോൾ നമ്മൾ വണ്ണം വെക്കാനുള്ള സാധ്യതകൾ കൂടും. വണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റും? നമ്മുടെ ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജോയിന്റിലേക്കുള്ള സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പലപ്പോഴും നമ്മൾ ഭക്ഷണം കുറയ്ക്കുന്നത്, അല്ലെ? മുട്ടുവേദനയായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരെന്താ പറയാ? ആദ്യം വെയിറ്റ് കുറയ്ക്കണം, അല്ലെ? വെയിറ്റ് കുറയ്ക്കണം. എന്നിട്ട് അതിന്റെ പിന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ്? നടക്കരുത്, ഓടരുത്, ചാടരുത്, വെയിറ്റ് എടുക്കരുത്, സ്റ്റെപ്പ് കയറരുത്. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? വെയിറ്റ് കുറയ്ക്കണം. അടുത്ത എന്താ പറയണേ? നടക്കരുത്, ഓടരുത്, സ്റ്റെപ്പ് കയറരുത്, വെയിറ്റ് എടുക്കരുത്. പിന്നെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നാണ് ഭൂരിഭാഗം പേര് ചിന്തിക്കുക. അവരെന്ത് ചെയ്യും? അവര് നേരെ പോയിട്ട് പട്ടിണി എടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. അവർ പോയിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നടക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്, ഓടരുതെന്നും പറഞ്ഞിട്ടുണ്ട്, സ്റ്റെപ്പ് കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത മാർഗം എന്ത് മാത്രമാണ്? ഭക്ഷണം കുറയ്ക്കലാണ്, അല്ലെ? നമ്മൾ തീരുമാനിച്ചു, നമ്മൾ തന്നെ ഒരു ഡയറ്റിംഗ് ആരംഭിച്ചു, നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കും. ഏത്? ഇറച്ചി മീനൊക്കെ കുറച്ചു, പച്ചക്കറി മാത്രമാക്കി, ചോറ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആകെ ദാരിദ്ര്യത്തിലായി, പട്ടിണിയിലായി. അതോടുകൂടി ഉള്ള മസിൽ പിന്നെയും ശരിയല്ലേ? പിന്നെ മസിൽ പിന്നെയും പോകും. ഈ മസിൽ പോയാൽ, ഈ മസിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ മസിൽ പോയാൽ എന്ത് സംഭവിക്കും? ഈ വേദന കൂടും. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഡോക്ടർ 10 കിലോ കുറയ്ക്കാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് 5-6 കിലോ കുറച്ചു, പക്ഷെ വേദന കൂടി. പക്ഷെ പോയത് എന്തായിരുന്നു? മസിലായിരുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല.
അവിടെയാണ് നല്ല ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യം. അവിടെ നമ്മൾ നല്ല ഭക്ഷണ സമയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഭക്ഷണം കഴിക്കാൻ ഒരു സമയങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു താളക്രമമുണ്ട്. സിർക്കാഡിയൻ വ്രതം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സിർക്കാഡിയൻ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ ഘടികാരം എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ഒരു താളക്രമം. ആ താളക്രമത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കണം. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7:00ക്കും 8:30ക്കും ഉള്ളിൽ തീർക്കാൻ നമുക്ക് സാധിക്കണം. ലഞ്ച് നമുക്ക് ഏകദേശം ഒരു 1 മണിക്കുള്ളിൽ തീർക്കാൻ നമുക്ക് സാധിക്കണം. ഡിന്നർ ഒരു 7-7:30യോട് കൂടി തീർക്കാൻ നമുക്ക് സാധിക്കണം. ഇത് സാധിച്ചാൽ നിങ്ങളുടെ ബോഡി കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും. ഇത് സാധിച്ചാൽ സമയാസമയത്ത് നിങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങും. ഒരു 9:30-10 മണിയാകുമ്പോഴേക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങും. ഉറക്കത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എത്ര മണിക്കൂർ ഉറങ്ങണം? 8. നമ്മൾ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് കഴിക്കുന്ന പലതും പ്രശ്നമാണ്. എന്തൊക്കെയാണ്? ചിലപ്പോൾ നമ്മൾ ഹെൽത്തി ബിസ്ക്കറ്റുകൾ, അല്ലെ, ഫൈബർ ബിസ്ക്കറ്റുകൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ഫുഡുകളിലേക്ക് നമ്മൾ കടക്കുക. പ്രത്യേകിച്ച് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിൽ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മസിൽസ് വീക്ക് ആയിക്കൊണ്ടിരിക്കും, ബോൺ ഹെൽത്ത് മോശമായിക്കൊണ്ടിരിക്കും, അവിടെ ഹോർമോണൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കും. അത് ബാക്കിയുള്ള അസുഖങ്ങൾക്ക് കാരണമാവും. ആണുങ്ങൾ കുറച്ച് വണ്ണം കൂടുമ്പോൾ കണ്ടിട്ടുണ്ടാവും, വയറിങ്ങനെ ഉണ്ടാവും, കണ്ടിട്ടില്ലേ? വയറ് മാത്രം ഉണ്ടാവും. ചില ആണുങ്ങൾ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല, വയറ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ആദ്യം പറയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയോളാം പറയും. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫാറ്റ് ലിവർ ആവും. അപ്പൊ നമ്മൾ പറയും ഫൈബ്രോ സ്കാൻ കൂടി ചെയ്തോളാം പറയും. അപ്പൊ ഫൈബ്രോസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ, പക്ഷെ വയറ് മാത്രമേ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ്, വയറിനകത്ത് നിൽക്കുന്ന ഫാറ്റ്. പക്ഷെ സ്ത്രീകൾക്ക് ചെറിയ പ്രായത്തില് ആ വയറിനകത്തെ ഫാറ്റ് ലെവല് കൂടിയാലും ആണുങ്ങളുടെ പോലെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരില്ല, ലൂസായിട്ട് തന്നെ എടുക്കുള്ളൂ. പക്ഷെ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അപ്പട്ടമ്മി മുതൽ ഇങ്ങനെ വെയിറ്റ് വയ്ക്കുന്ന സമയത്ത്. അതിന് കാരണം എന്താണ്? ഈ ഹോർമോണൽ വേരിയേഷൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ആ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റിനകത്ത്, അബ്ഡോമിനൽ ഓർഗൻസിനെ കവർ ചെയ്ത് നിൽക്കുന്ന ഫാറ്റ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ സമയത്തിന് കഴിക്കാതിരിക്കുന്നു, ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നു, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നു, ഒരു സമയം കൂടുതലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇതെല്ലാം ഇതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഡയബറ്റീസ്, BP, ഇതൊക്കെ ഈ വിസറൽ ഫാറ്റ് കൂടുന്നതിനനുസരിച്ചുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഫാറ്റ് ലിവർ ആകുന്നു, BP കൂടുന്നു, അല്ലെങ്കിൽ ഡയബറ്റീസ് ആകുന്നു, ചെറിയ പ്രായത്തിലെ ലേഡീസിന് PCOD ആകുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അകത്ത് നിൽക്കുന്ന ഫാറ്റ് കൂടുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ താളം തെറ്റുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോഴേ നമുക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. PCOD ഉള്ളവര്, ഡയബറ്റീസ് ഉള്ളവര് ഒക്കെ. ചെറിയ പ്രായത്തില് ലേഡീസിന് ചിലപ്പോൾ PCOD ആയിരിക്കും കാണുക, അവർക്ക് ഡയബറ്റീസ് കാണിക്കില്ല. അവരുടെ HbA1c നോക്കുമ്പോൾ 5.2 ആയിരിക്കും. പക്ഷെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുമ്പോൾ അവര് 40-45 ഒക്കെ കാണിക്കും. അതൊരു 10-ന് താഴേക്ക് നിൽക്കണം, അതാണ് ഐഡിയൽ. ഓക്കെ. അപ്പൊ PCOD ഉള്ളവരെ എന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. PCODക്കും ഡയബറ്റീസിനും കൊടുക്കുന്ന മരുന്നൊന്നും തന്നെയാണ്, അല്ലെ? മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മെഡിസിൻ തന്നെയാണ് കൊടുക്കുക. പക്ഷെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാതെ ഇതൊന്നും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഡയബറ്റീസ് ആണ്, ഞാൻ മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിനേക്കാളും പ്രാധാന്യത്തിൽ എന്ത് ചെയ്യണം? എന്റെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ ഈ ഡയബറ്റീസിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം. വളരെ ഭംഗിയായിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കാം. പക്ഷെ അതിന് വേണ്ടത് അല്പം ഫോക്കസ് മാത്രമാണ്. അതായത് നമ്മുടെ ജീവിതശൈലിയിൽ എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള കറക്ഷൻസ്, അതിനെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ജോലി, ജീവിത സാഹചര്യങ്ങള്, നമ്മുടെ ജോലി സാഹചര്യങ്ങള്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഒരു ഡിഫറെന്റ് രീതിയിലുള്ള പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അത് വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവരെ വളരെ ഭംഗിയായിട്ട് ഇതിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഈ ഏജ് കാറ്റഗറി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് എന്നുള്ളത് 45+ എന്ന് പറയുന്നതാണ്. വിമൺ 45+, 45 വയസ്സ് കഴിയുമ്പോൾ തന്നെയാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് എല്ലാം കൂടുതലും അവർക്ക് ഉണ്ടാവുക. ഇവൺ മെനോപോസിന് മുമ്പുള്ള ഒരു 5-6 വർഷം, അതിനെ പെരി മെനോപോസൽ സ്റ്റേജ് എന്നാണ് പറയുക. മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് മെനോപോസൽ സ്റ്റേജ് ആണ്. ഇത് രണ്ടും വളരെയധികം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യേണ്ട സമയങ്ങളാണ്.
47 വയസ്സിനും 54 വയസ്സിനും ഇടയിലാണ് പലപ്പോഴും മെനോപോസ് സംഭവിക്കുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള ഒരു 6-7 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 വയസ്സ് മുതൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഫോളിക് ആസിഡ്, മെഗ്നീഷ്യം, അതേപോലെ തന്നെ സിങ്ക്, ഫോസ്ഫറസ്, B6 ബി വൈറ്റമിൻസ്, അതേപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, omega-3, omega-6 ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് യോക്കിലാണ്. ഇത് കളയാൻ പാടില്ല. അപ്പൊ 2015 US ഡയറ്ററി ഗൈഡ് ലൈൻസ് ഇറങ്ങിയപ്പോൾ അത് എടുത്തു മാറ്റി. അതായത് പണ്ട് ഉണ്ടായിരുന്നു ഇത്ര കൊളസ്ട്രോളെ കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു മാറ്റി. എഗ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, അതായത് കുടിശ്ശയായിട്ട് കഴിക്കാം, പൊരിച്ച് കഴിക്കാം, പുഴുങ്ങി കഴിക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ യോക്ക് ഉണ്ടായിരിക്കണം, വൈറ്റും ഉണ്ടായിരിക്കണം. ചോറും അതിന്റെ കൂടെ കുറച്ച് നല്ല പ്രോട്ടീനും നല്ല ഫാറ്റും കുറച്ച് വെജിറ്റബിൾസും ആയി കഴിച്ചു കഴിഞ്ഞാൽ ചോറിനൊരു കുഴപ്പമില്ല. അപ്പൊ കോമ്പിനേഷൻ കറക്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇൻസുലിന്റെ ലെവലുകൾ പെർഫെക്റ്റ് ആയി. ചോറ് മാത്രം കഴിച്ചാലോ, സ്റ്റാർച്ചി കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ ലെവലുകൾ സ്പൈക്ക് ചെയ്യും. അവിടെയാണ് ചോറുണ്ടരുത് എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രം നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. ചോറ് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എന്റെ വിശപ്പിനനുസരിച്ചായിരിക്കണം. മനസ്സിലായോ? എന്റെ വിശപ്പിനനുസരിച്ച് കഴിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്റെ വിശപ്പാവില്ല, നാളത്തെ വിശപ്പ്. ഇന്നത്തെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് എന്റെ വിശപ്പ്, നാളത്തെ എന്റെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നാളത്തെ വിശപ്പ്. അതായത് ഇന്ന് രാവിലെ ഒരു ഇഡ്ഡലി മതിയായിരുന്നെങ്കിൽ നാളെ ചിലപ്പോൾ 2 വേണ്ടി വരാം, മറ്റന്നാൾ ചിലപ്പോൾ 1.5 മതിയാവാം. ഡിപ്പെൻസ് നമ്മുടെ ആക്ടിവിറ്റിയാണ്. ഇപ്പൊ മാം പറയാണ് എനിക്ക് ആക്ടിവിറ്റി കുറവാണ്, അതിനനുസരിച്ച് നമുക്ക് വിശപ്പ് ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? വിശപ്പിനനുസരിച്ച് നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വിശപ്പിനനുസരിച്ച് നമ്മളൊരു ഭക്ഷണം എടുക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് കാർബ്സ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം. അതല്ലാതെ ചോറ് കുറെ കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി? നമ്മുടെ വിശപ്പിനനുസരിച്ച് നമ്മൾ അളവ് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഓരോ സമയത്തും വ്യത്യാസമാണ്, ഓരോ ദിവസവും വ്യത്യാസമാണ്. ഇപ്പൊ നല്ല ഒരു അത്ലറ്റ് ആണ്, നന്നായി ഓടുന്നു, പുരമറന്ന് ഓടാൻ ഒരു 10 റൗണ്ട് ഓടി വന്നു. അപ്പൊ ഞാൻ പറയാം ഞാൻ ഡയറ്റീഷ്യൻ ആണ്, നിങ്ങൾ ഇതുപോലെ 2 ഇഡ്ഡലി കഴിക്കാൻ പാടുള്ളൂ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഒരു 3 മുട്ടയും അല്ലെങ്കിൽ 4-5 പീസ് ചിക്കനും 2 ഇഡ്ഡലിയും ഒക്കെ കഴിക്കുക അല്ലേ? അതുപോലെ നമുക്ക് കഴിക്കാൻ വേണ്ടി വരുമോ? ഇല്ല. അപ്പൊ വിശപ്പിനനുസരിച്ച് നമ്മൾ കഴിക്കണം. കഴിക്കുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാവണം. മാക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവണം, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടാവണം. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം, ഫാറ്റ് ഉണ്ടാവണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചോറ് ഇഷ്ടമില്ല, എനിക്ക് ഓട്സ് ആണ് ഇഷ്ടം, ഓട്സ് കഴിക്കാം. എനിക്ക് ചോറാണ് ഇഷ്ടം, എനിക്ക് ഒരു ക്ലൈന്റ് പറയാണ് എനിക്ക് ചോറ് ഇഷ്ടമില്ല പക്ഷെ ഞാൻ ഓട്സ് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ആൾ ഓട്സ് കഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഭൂരിഭാഗം പേര് നമ്മുടെ നാട്ടിൽ ഓട്സ് കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നത് അല്ലേ? ഓട്സ് കഴിക്കുകയാണെങ്കിൽ കഴിക്കേണ്ടത് ഇൻസ്റ്റന്റ് ഓട്സ് അല്ല, ചീൽ കട്ട് ഓട്സ് കഴിക്കണം. നമ്മുടെ ചോറ് പോലെ തന്നെ വേവിച്ച് നമ്മൾ കഴിക്കാവുന്ന കാര്യങ്ങൾ, വലിയ മാറ്റമൊന്നും വരില്ല.